സഹോദരന്മാരെ, ഈ വാർത്ത നിങ്ങൾ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കണ്ണൂർ ജില്ലയിലെ മാട്ടൂലിനടുത്ത് മടക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അതിന്റെ പ്രതിയുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇദ്ദേഹം ഒരു മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനാണ്. അത് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ വൈറ്റ് കാർഡ് അംഗം കൂടിയാണ്. ഈ വാർത്ത കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ കൂടുതൽ ചർച്ചക്കെടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാർക്ക് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്ന പ്രിവിലേജിന്റെ ഭാഗമായിട്ടാണ്. ഈ സംഭവം നടന്നിട്ട് 10-13 ദിവസം കഴിഞ്ഞ് ഇലക്ഷന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഈ സംഭവം നടന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശക്തമായ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. ഈ കേസെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇദ്ദേഹം ഒളിവിലാണ് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ. ഇതേപോലത്തെ ഒരു വിഷയം കുറച്ചു മുമ്പ് പാലത്തായിൽ നടന്ന സമയത്ത് കേരളത്തിലെ പോലീസ് കൃത്യമായി ഇടപെട്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ആ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ച സമയത്തും കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം ഏതെല്ലാം രൂപത്തിൽ ആ വിഷയത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്ന് ഓർമ്മിച്ചു നോക്കിയേ. മാധ്യമം എന്ന് പറയുന്ന പത്രം, അതേപോലെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ, അതിലെ സി ദാബൂദ് അടക്കം ആ വിഷയത്തെക്കുറിച്ച്, പാലത്തായി വിഷയത്തെക്കുറിച്ച് എത്രമാത്രം നീചമായ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഓർമ്മിച്ചു നോക്കിയേ. ദാബൂദ് പല സമയങ്ങളിലായി പല രൂപത്തിൽ ആ വിഷയത്തെ തിരിച്ചു മറിച്ചും തിരിച്ചു വിട്ടിട്ട് ചർച്ച ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ലേ. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാനോ ഇതിനെക്കുറിച്ചിട്ട് പൊതുജനങ്ങളെ അറിയിക്കാനോ ആരും തയ്യാറാകുന്നില്ല. അതിന് കാരണം എന്താണ്? ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാർക്ക്, രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന പ്രിവിലേജിന്റെ ഭാഗമായിട്ടാണ് അല്ലേ. ഒരു 8 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ആ പീഡിപ്പിക്കപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിയുന്നില്ല. അതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഒരു സമരവുമായിട്ടോ അല്ലെങ്കിൽ സമരമുഖത്തോ ഇല്ല. അത് എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ പലരും മധ്യസ്ഥ ശ്രമങ്ങളും പല ചർച്ചകളും നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ത് ചർച്ചയാണ് ഈ വിഷയത്തിൽ നടത്തേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഒത്തുതീർപ്പ് ചർച്ചയാണ് ഈ വിഷയത്തിൽ നടത്തേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 8 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രതിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ കുറച്ച് ആൾക്കാർ. നിങ്ങൾ ആലോചിക്കേണ്ട, ഇതിൽ നമ്മളെല്ലാം പുരക്കളില്ലേ ഇങ്ങനെയുള്ള കുട്ടികൾ? ഇങ്ങനെ ഈ ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന് ഒരു പരിഹാരം കാണുന്ന രൂപത്തിൽ ചർച്ചക്കെല്ലാം പോകുന്നവരെ പിടിച്ചിട്ട് ആദ്യം ജയിലിൽ അടക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാവരും ഒത്തുതീർപ്പ് ചർച്ചക്ക് പോകുന്നവനെ പിടിക്കുക, അവനെ പിടിച്ചിട്ട് ആദ്യം ജയിലിൽ അടക്കണം. കാരണം വെച്ചാൽ ഇത് കുട്ടികളെ പീഡിപ്പിച്ച കേസല്ലേ. അതിൽ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമുണ്ടാ? ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, CPM-മാരും കോൺഗ്രസ്സാരും ഏതായാലും കുട്ടികളെ വെറുതെ വിട്ടുകൂടെ ഇവർക്ക്? ഇനി താല്പര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നിൽക്കുന്നവരുണ്ടാവുമല്ലോ, അവരെ തേടിപ്പോകുന്നല്ലേ നല്ലേ. ഈ കുട്ടികളെ പീഡിപ്പിച്ചവരെ എന്നിട്ട് എന്ത് ചെയ്യുക? അത് ചർച്ചയിലൂടെ പരിഹരിക്കുക, അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമത്തിലൂടെ ഇതാക്കുക. ആ കുട്ടിക്ക് എത്രമാത്രം മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയായിരിക്കും ആ കുട്ടി ജീവിക്കുന്നുണ്ടാകുക? ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. നമുക്കെല്ലാം ഇല്ലേ കുടുംബവും കുട്ടികളും എല്ലാം ഇല്ലേ? ഇങ്ങനത്തെ അവനെ ചർച്ചയിലൂടെ അല്ലെങ്കിൽ മധ്യസ്ഥത്തിലൂടെ ഇവരെ പോലെയുള്ളവരെ പുറത്തു വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നാളെ പിറ്റേന്ന് ഇതന്നെയായിരിക്കും ഒരു അവസ്ഥ ഉണ്ടാകുക. നമുക്കെല്ലാം മക്കളില്ലേ? നമ്മളെ മക്കളെ മദ്രസയിലും സ്കൂളും പോകുന്നതല്ലേ? ഈ മധ്യസ്ഥത്തിനും ഈ ചർച്ചക്കും പോകുന്ന വ്യക്തികൾക്കും മക്കളില്ലേ? ഈ മക്കൾ സ്കൂളും വിട്ട് വരുന്ന സമയത്ത്, മദ്രസയും വിട്ട് വരുന്ന സമയത്ത് ഇവരെ പോലെയുള്ള കാമപരിയന്മാർ നടുറോഡുമേൽ നിൽക്കുന്നുണ്ടാവൂലേ? അവർക്ക് ആരായാലും ഇരയെ കിട്ടിയാ പോരെ? ഇങ്ങനെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടികൾ എടുത്ത് അവരെ തുറുങ്കിലിറക്കേണ്ട കടമയിൽ ഓരോരുത്തർക്കും ബാധകല്ലേ ഇതല്ലോ. പോലീസ് അത് ചെയ്യുന്നില്ലെങ്കിൽ പോലീസിന് സമ്മർദ്ദം ചെലുത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ? ഇത് എല്ലാവരും കണ്ടവാറാക്കുന്നില്ല. കാരണം എന്താ? ഇതിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇദ്ദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകനാ, ആ ഒരു പ്രിവിലേജ്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഈ വാദിയും പ്രതിയും ഒരു സമുദായത്തിൽപ്പെട്ടതാ. അത് പറയുമ്പോൾ നിങ്ങളോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. മറിച്ച് പാലത്തായിൽ നടന്ന സംഭവം എന്നാ സമുദായം മാറ്റാന്ന്, ഓരോ രാഷ്ട്രീയ പാർട്ടി വേറെയാണ്. ഇപ്പൊ എല്ലാം നോക്കുന്നത് രാഷ്ട്രീയവും മതവും നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാ ഈ വിഷയത്തിലെങ്കിലും, ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന വിഷയത്തിലെങ്കിലും, കുട്ടികളെ ഉപദ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രാഷ്ട്രീയവും അതോ അവരുടെ മതവും പരിധി പോകാൻ നിൽക്കല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് ഇടപെടണോ. അത് ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. കാരണം നമുക്കുണ്ട് മക്കള്, നമ്മുടെ നാട്ടിലുണ്ട് മക്കള്. മുതിർന്നവരെ എന്തോ ചെയ്യട്ടെ, അതിന് താല്പര്യമുള്ളവരെ പിടിക്കുക എന്തോ ചെയ്യട്ടെ. അതേപോലെ അല്ലാതെ കുട്ടികളെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഓരോരുത്തരും പ്രതികരിക്കേണ്ട സമയമാണ്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ പോലീസിന് സമ്മർദ്ദം ചെലുത്തേണ്ട കടമ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.